നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. CSKയുടെ ഏറ്റ പടുകൂറ്റൻ പരാജയം GTയുടെ ക്വാളിഫയർ മോഹങ്ങൾക്ക് മേൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 14 കളികളിൽ നിന്ന് 18 പോയിന്റോടെ അവരുടെ ലീഗ് ഘട്ടം അവസാനിക്കുന്നു. ആര് ക്വാളിഫയർ കളിക്കും? ക്വാളിഫയർ 1 കളിക്കും. ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമുള്ള ടീമുകളാണ് ക്വാളിഫയർ 1 കളിക്കുക. ഇപ്പോൾ PBKസിന് 13 കളി 17 പോയിന്റ്, RCBക്ക് 13 കളി 17 പോയിന്റ്, MIക്ക് 13 കളി 16 പോയിന്റ്. എല്ലാവർക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഇനി വലിയ ഊഹം വെക്കലിലേക്ക് പോവേണ്ടതില്ല. കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുകയാണ്. GTA CSK തകർത്തതോടെ കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നു. PBKS വേഴ്സസ് MI മത്സരം, ആ കളി ആര് വിജയിക്കുന്നുവോ ആ ടീം ക്വാളിഫയർ 1 കളിക്കും. യെസ്, ഒരു ടീം ആ മത്സരത്തിൽ വിജയിയായിരിക്കും. മറ്റേ ടീം RCB വേഴ്സസ് LSG മത്സരത്തിൽ RCB ആണ് വിജയിക്കുന്നതെങ്കിൽ അവർ ക്വാളിഫയർ 1 കളിക്കും. അതല്ല, RCB ആണ് തോൽക്കുന്നതെങ്കിൽ GT ക്വാളിഫയർ 1 കളിക്കും. സംഗതി വ്യക്തമായി കഴിഞ്ഞല്ലോ. അതായത് ഇനി വലിയ കണക്ക് കൂട്ടലുകൾക്ക് കാര്യമില്ല. എല്ലാം വ്യക്തമായി കഴിഞ്ഞു. PBKS വേഴ്സസ് MI മത്സരം ആര് വിജയിച്ചാലും അവർ ക്വാളിഫയർ 1 കളിക്കും. അതായത് ഇപ്പോൾ PBKS വിജയിച്ചു കഴിഞ്ഞാൽ PBKSന് 19 പോയിന്റ് ആവും, അവർ ക്വാളിഫയർ 1 കളിക്കും. MI ആണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് 18 പോയിന്റ് ഉണ്ടാകും. അവരുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് 1.292 ആണ്. അപ്പോൾ GTയേക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് ക്വാളിഫയർ 1ലേക്ക് പോകാൻ പറ്റും. സോ PBKS വേഴ്സസ് MI മത്സരം ക്വാളിഫയർ 1 കളിക്കുന്ന ഒരു ടീമിനെ തീരുമാനിക്കും. രണ്ടാമത്തെ ടീം RCB വേഴ്സസ് LSG മത്സരം RCB വിജയിച്ചാൽ RCBക്ക് 19 പോയിന്റ് ആവും, അവർക്ക് ക്വാളിഫയർ 1 കളിക്കാം. അതല്ല, RCB തോൽക്കുകയാണെങ്കിൽ അവിടെ GTക്ക് 18 പോയിന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ക്വാളിഫയർ 1 കളിക്കാൻ പറ്റും. സോ സംഗതി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.